അങ്ങനെ എടുക്കാതെ സമയത്ത് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവന് കൊടുക്കുന്ന ഒരു ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അവർക്ക് ഒരു ട്വിൻസ് ബേബി ആണ്. അപ്പം അവര് പറഞ്ഞു അവര് ഇതാണ് കൊടുത്തോളൂ, ഇത് നല്ലതാണ് പറഞ്ഞു. അങ്ങനെ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം മിലിയോന് വേണ്ടി നമ്മൾ അപ്റ്റാമിൽ ഗോൾഡൻ, ഇത് 3 ലെവലാണ് കേട്ടോ. ഇത് ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ. അപ്പൊ ഗൈസ് നമ്മള് ഭയങ്കര ഒരു പണിപ്പാടിലാണ്. മിലിയോൻ എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മുങ്ങാൻ. എവിടെ നമ്മൾ മുങ്ങുന്നതല്ല, നമ്മൾ ആക്ച്വലി മിലിയോൻ എല്ലാം നോക്കുന്നുണ്ട്. മിലിയോൻ ഉറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എന്നിട്ട് വേണം റെഡി ആവണം, മേക്കപ്പ് ഇടണം, ഡ്രസ്സ് ഇടണം. നമ്മൾ ആക്ച്വലി ഒരു ഷൂട്ടിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അത് രാത്രിയാണ്. അപ്പം രാത്രി പോകുന്നതിനെക്കാട്ടും മിലിയോന്റെ രാത്രിയൊന്നും നമ്മൾ എവിടെയും കൂട്ടാറില്ല. മിലിയോന്റെ ഫുഡ്, മിലിയോന്റെ ഉറക്കം, മിലിയോന്റെ ഹെൽത്ത്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടാറില്ല. അല്ല മിലിയോ, കണ്ണാടിയിൽ എടുക്കാം നമുക്ക്. ഈ പപ്പി ഇവിടെ. അപ്പം ഞാൻ മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഏകദേശം. മെരീൻ്റെ മേക്കപ്പ് ഏകദേശമായി. അത് കുറച്ചും കൂടി ഒന്ന് മേക്കപ്പ് ഇടണം. അത് കഴിച്ച് വലിയ ഒന്ന് അത് കഴിഞ്ഞ് നമ്മൾ പോകണം. ഇന്ന് നമുക്കൊരു ബ്രാൻഡിൻ്റെ ഷൂട്ടാണ്. അപ്പോൾ രാത്രിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിലിയോനെ കാണാണ്ട് തപ്പിച്ച് പോയി കഴിഞ്ഞാൽ രാത്രി കരച്ചിലായിരിക്കും, നമ്മൾ വരാൻ ലേറ്റ് ആവും. അപ്പം അതിനു മുന്നേ മിലിയോനെ ഉറക്കണം, അല്ലേ മിലി? അപ്പം ഗൈസ് ഇതാണ് നമ്മളുടെ റൂം കേട്ടോ. ഈ റൂമിൽ മിലിയോന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മെറീൻ്റെ ഫുൾ ഹാൻഡ് ബാഗ് നമ്മളിവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാത്ത് ടവലും കാര്യങ്ങളും ബാഗ്സും ഒക്കെയാണ്. അത് നമ്മുടെ ഡെക്കറേഷൻ. ഇത് ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് മിലിയോന്റെ കാസ്റ്റിംഗ് ചെയ്തതാണ്. ഇത് നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളും. ഇത് നമ്മുടെ മേക്കപ്പ് ആൻഡ് എന്താണ് ഈ മിററിന് എന്താ പറയുക? ആ, അപ്പൊ ഇവിടെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ. ഡ്രസ്സിംഗ് ടേബിൾ ആൻഡ് മിറർ ആണ് ആക്ച്വലി. ഇതിപ്പം വെള്ളം, രാത്രി കുടിക്കാനുള്ള വെള്ളം, ഇത് നമ്മുടെ ഫുൾ ബുക്സ്, നോട്ട്സ്, കാര്യങ്ങൾ, കോസ്മെറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചൊന്ന് അലങ്കോലമായിട്ടുണ്ട്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഇതൊന്നും ഇപ്പം നടക്കില്ല, കാരണം നമ്മൾക്ക് ഷൂട്ടിന് പോകാനുള്ള ലേറ്റ് ആയി. പിന്നെ ഈ റൂം ഇത്രയേ ഉള്ളൂ, ചെറിയ റൂമാണ്. അവിടെ ഒരു വലിയ കബേർഡ് ഉണ്ട്. നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കും. ഇത് ഞാനിപ്പോൾ പോകുമ്പോൾ ഇടേണ്ട കോസ്റ്റ്യൂം ഞാൻ എടുത്തു വെച്ചത്. അപ്പം മിലിയോന് നമ്മൾ ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മിലിയോനെ കൂട്ടാറില്ലേ, അവനെ എന്താ ചെയ്യാറെന്നുള്ളത്. അത് നമ്മൾ കാണിച്ചു തരാം. ഇപ്പം മെല്ലെ ഒരു ഐഡിയ ആണത്, അല്ലേ മിലിയോ? ചിച്ചിപ്പിടി ഇങ്ങനെ നോക്ക്, ഹായ് പറ. ഹായ് മിലിയോന്റെ ഫുഡ് നമ്മൾ റെഡിയാക്കും. ഓക്കെ ഗൈസ്, അപ്പം മിലിയോന് നമ്മൾ 1 ഇയറിന് ശേഷം, കാരണം 1 ഇയർ വരെ ഞാൻ ബ്രസ്റ്റ് ഫീഡ് മിലിയോന് കണ്ടിന്യൂസ് അത് മാത്രം കൊടുക്കാൻ മാക്സിമം ഞാൻ ചെയ്തിന്. മേരി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 6 മാസം വരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. വേറെ ഒന്നും ഫുഡ് കൊടുക്കണം. അതാണ് ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തും വരുള്ളൂ. അപ്പൊ അതിനുശേഷം മിലിയോ പശുപാല് കുടിക്കുന്നില്ല. ആക്ച്വലി പശുവിന്റെ പാല് കുടിക്കുന്നേ ഇല്ല, ഒട്ടും കുടിക്കുന്നില്ല. ട്രൈ ചെയ്ത് നോക്കി. അപ്പം മിലിയോ എന്തായാലും നമ്മള് മിലിയോനെ 1 വയസ്സ് വരെ നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകായിരുന്നു. പക്ഷെ അത് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് മിലിയോന്റെ ഫുഡും കാര്യങ്ങളൊക്കെ. 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ദിവസം മിരീന്റെ വീട്ടില് മിലിയോനെ ആക്കിയിട്ട് പോയി. സെറ്റായി നിൽക്കുമോ. മിലിയോന്റെ കഷ്ടകാലത്തിന് മിലിയോ കരയാതെ അമ്മയുടെ അടുത്ത്. പക്ഷെ അവനെ കൂട്ടാത്തിന്റെ മെയിൻ കാരണം ഒരിക്കലും നമ്മൾ അവനെ മിസ് ചെയ്യാത്തതുകൊണ്ടല്ല, അവന്റെ ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ച് വയറുവേദനയൊക്കെ വരാറുണ്ട്. അപ്പൊ അവന്റെ ഫുഡും ഹോട്ടലിൽ നിന്നൊക്കെ കൊടുക്കാന്ന് കഴിഞ്ഞാൽ അവന്റെ ഹെൽത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവനെ എടുക്കാത്തത്. പിന്നെ അവന് ക്രൗഡഡ് ആക്ച്വലി ഇഷ്ടമല്ല. അവൻ കുറച്ച് പാനിക് ആവാറുണ്ട്, അവനൊട്ടും കംഫർട്ടബിൾ ആവാറില്ല കണ്ടിന്യൂസ് നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അവനെ എടുക്കാത്തത്. അപ്പൊ അങ്ങനെ എടുക്കാതെ സമയത്ത് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവന് കൊടുക്കുന്ന ഒരു. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അവർക്ക് ഒരു ട്വിൻസ് ബേബി ആണ്. അപ്പം അവര് പറഞ്ഞു അവർ ഇതാണ് കൊടുത്തോളൂ, ഇത് നല്ലതാണ് പറഞ്ഞു. അങ്ങനെ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മിലിയോന് വേണ്ടി നമ്മൾ അപ്റ്റാമിൽ ഗോൾഡൻ, ഇത് 3 ലെവലാണ് കേട്ടോ. ഇത് 12 മന്ത്സ് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം മിരീന്റെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ഇത് മിലിയോന് ഓൾറെഡി പൗഡർ ഇട്ട് വെച്ചു. ഇത് നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്ന പാത്രങ്ങൾ എപ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാം, നല്ല ഹൈജീനിക് ആയിട്ട്. ഈ ബൗളൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസർ ഒന്നും ഇല്ലാത്ത ആള് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് സ്പൂണും ഇതൊക്കെ വാഷ് ചെയ്തിട്ട് വേണ്ടത്. മിരി അതിൽ ഓൾറെഡി അപ്റ്റാമിൽക്ക് ഓൾറെഡി ആഡ് ആക്കിയിട്ടുണ്ട്. ചൂടാറി തണിഞ്ഞ വെള്ളമാണ്. അത് അത്ര മതി ഇപ്പൊ.
അപ്പം മില്ലിയോന് ഇപ്പൊ ഓൾറെഡി ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിന്. പക്ഷെ നമ്മള് പോയി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൻ ഉറങ്ങിയൊക്കെ എണീക്കും, ചിലപ്പോൾ വിശക്കാൻ സാധ്യതയാണ്. അപ്പൊ നമ്മളിപ്പം കുറച്ച് അപ്റ്റാ മിൽക്ക് കൊടുക്കും. അതിനുശേഷം ബാക്കി അമ്മ മാനേജ് ചെയ്യും. അതിവിടെ ഉള്ളത് കൊണ്ടൊരു പേടിയില്ല. അപ്പം മില്ലിയോന്റെ വിശപ്പ് മാറും. മില്ലിയോന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും പ്രോട്ടീൻസും മിനറൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അവർക്കുള്ള എല്ലാ ആവശ്യമുള്ള വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും എല്ലാം ഉള്ള സാധനങ്ങളുണ്ട് അല്ലേ വിധി? അതായത് വർക്കിംഗ് വുമൻസിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഡോക്ടറിന്റെ ആക്ച്വലി മിലിയോ നമ്മളൊക്കെ ലക്കിയാണ്. വർക്കിംഗ് വുമൻ ഇപ്പം വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടും മിലിയോൻ ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. മിലിയോന്റെ കൂടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴെങ്കിലും പ്രോഗ്രാമും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ പുറത്ത് പോകാറില്ല. അല്ലെങ്കിൽ മിലിയോന് ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ ഉണ്ടാവും. മിലിയോന് ഇഷ്ടമാണ് കേട്ടോ ഇത്. അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവനൊരു പ്രശ്നമില്ലാണ്ട് കുടിച്ചോളൂ. മിലിയോ ചിച്ചിപ്പിടി ഇങ്ങനെ നോക്ക്. ഹായ് ഹായ് പറഞ്ഞ ചിച്ചിപ്പിടി ഹായ്. അപ്പം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ് കേട്ടോ. ഇതിന്റെ പിറകിൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഇതാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും. ഈ കള്ളച്ചക്കന്റെ പണി കണ്ട എന്താ ചെയ്യുന്നേ? എന്താ മില്ലിയോ? മിലിയോന്റെ പപ്പ, പപ്പന്റെ മിലിയോ, മിലിയോന്റെ പപ്പ ചിച്ചിബിടി. കുച്ചോ കുച്ചോ നമുക്ക് കുടിച്ചിട്ടില്ലേ? മിലിയോന് ഒരു ശുകാരി പനിയില്ലല്ലോ പപ്പ. ഒരു ശുകാരി പനിയിട്ട് നമ്മൾ കരഞ്ഞുറങ്ങും കേട്ടാ. നല്ല ഇഷ്യുണ്ട്. ചൂടില്ലാലോ. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇത് വേ പ്രോട്ടീൻ ആൻഡ് 100% ലാക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, വൈറ്റമിൻ ഡി ആൻഡ് കെ. കുട്ടികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. സിങ്ക് ഉണ്ട്, വൈറ്റമിൻ എ, സി, ഇ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് കുട്ടികളെ നല്ല വിശ്വാസത്തോടെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ആക്ച്വലി ഫീഡ് ചെയ്യാനും ഫുഡൊക്കെ കൊടുക്കുക കുറച്ച് ടാസ്ക് ആണ്. അത് മിലിയോന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ടാസ്ക് തന്നെയാന്ന് തോന്നുന്നു. പക്ഷെ മിലിയോ ആദ്യമൊക്കെ നല്ല ഈസി ആയിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടാസ്ക് ആയത്. മിലിയോ നല്ല ചിച്ചുപിടിയായിട്ട് ഒങ്ങി. ഇനിയിപ്പം നമ്മൾ വരുന്നവരെ എണീക്കില്ല. അപ്പോൾ അമ്മയാണ് മിലിയോന അതുവരെ നോക്കുക. മെരീൻ്റെ അമ്മയുണ്ടാകും, അതിൻ്റെ അമ്മയുണ്ട്. അപ്പം നമ്മൾ പോകുമ്പം മിലിയോനെ മെരീൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോവുക. വരുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരും. അപ്പം മിലിയോ കുടലൊക്കെ നിറഞ്ഞ് വിശപ്പൊക്കെ മാറി നല്ല സുഖത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ്. അപ്പം ഞാനും ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അപ്പം മിരിയുടെ മേക്കപ്പ് നേരത്തെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇതിൻ്റെ ഹൈ ഷാഡോയിൽ സെറ്റായിന്. ജ്വല്ലറിയും കോസ്റ്റ്യൂമും മാത്രമേ ഇടണ്ടൂ. മുടിയിലൊക്കെ കേൾ ചെയ്തേ മിരി. മുടി ഞാനത് കേൾ ചെയ്ത് കൊടുക്കും. അതിന് മേക്കപ്പ് കിറ്റ്. ഇനിയിപ്പം ഇതാണ് മേക്കപ്പ് കിറ്റ്. ഇത് യൂസ് ചെയ്യുന്ന കുറേ മേക്കപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ എന്താണ് യൂസ് ചെയ്യൽ? കൂടുതൽ യൂസ് ചെയ്യലുണ്ട്. കുറേ PAC യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന കുറേ സാധനം. അത് പർപ്പിളിൻ്റെതാണ്. അതൊന്നും സ്റ്റാക്ക് ആൻഡ് ക്ലേ അല്ലേ സാധനം. ബ്ലഷും കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ് ഇത് മാത്രമല്ല, നൈറ്റിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളിനി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇതേപോലെ നമുക്ക് കടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലേറ്റ് ആയാലും നമ്മൾ വന്ന് മുഖമൊക്കെ നല്ലോണം വാഷ് ചെയ്ത് നൈറ്റ് സ്കിൻ റുട്ടീൻ എന്തായാലും ചെയ്യണം. ഫേസ് വാഷ്, ക്ലൻസിങ്, പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ. നമ്മൾ ഡർമ ഡോക്കിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നൈറ്റ് ക്രീം, ക്ലൻസർ, ടോണർ, മോയ്സ്ചറൈസർ, പിന്നെ ഒരു നൈറ്റ് ക്രീം. ഇത്രയും നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. അത് നിങ്ങളുടെ സ്കിന്നിന് മാത്രമല്ല, നിങ്ങൾക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യത്തിനും കൂടി നിങ്ങളുടെ മൈൻഡിനും സോളിനും റിലാക്സ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വലിയ എക്സ്പെൻസീവിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങണമെന്നില്ല. സാധാരണ നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ വാങ്ങിയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യും.
അപ്പം ഗൈസ് നമ്മുടെ ഇന്ന് നൈറ്റാണ് നമ്മുടെ ഷൂട്ട് നടക്കാൻ പോകുന്നത്. മുടി ഒന്ന് ഇങ്ങോട്ട് ആക്കിയിടൂ. ആ സുന്ദര അപ്പുറത്തത്. ആ യെസ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവൻറ്റിനേക്ക് പോകാൻ പോകുന്നത് മില്യോനെ കിടത്തി ഉറക്കി. മില്യോൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കംഫേർട്ടായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവൻറ്റിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് സെറ്റായി ഉറങ്ങട്ടെ. അവനെ കൂട്ടി പോകാൻ പറ്റില്ല, കാരണം ഇവൻറ്റിലൊക്കെ കുറേ ആൾക്കാരുണ്ടാകും. അപ്പം അവൻ നൈറ്റും കൂടിയാണ്, അവന് ഭക്ഷണവും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ ഉറക്കിയിട്ട് ആറാംസ് പോവാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇതാണ് മിറീൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പം നൈറ്റ് പാർട്ടിയാണ് മിറി. ബ്ലിങ്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഹെയർ സ്റ്റൈലും മേക്കപ്പ് ഒക്കെ ഇഷ്ടമായിരുന്നായിരിക്കും. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ദിസ് ഇസ് മീ തൻമിരി സൈനിങ് ഓഫ്. ബൈ ഗൈസ്.